എല്ലാവരും എന്നെ എടുക്കുവാണോ? എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞോ? എല്ലാവരും ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഇറച്ചി മീനും എല്ലാം ആയിട്ട് ഇന്ന് എല്ലാവരും അടിച്ചു പൊളിക്കുമായിരിക്കും അല്ലേ? എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് ഇന്ന് ഇറച്ചി മീനൊന്നും ഇല്ല. ഞങ്ങൾക്ക് ഇന്ന് ഇറച്ചി മീനും ഇല്ല. മീൻ മേടിച്ചായിരുന്നു, പക്ഷെ ഞങ്ങൾ എടുത്തില്ല. ഇന്ന് അച്ഛന് കെട്ടുമുറുക്കുണ്ട്. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ പെങ്ങടെ മോടെ ഭർത്താവും മോനും കൂടെ ഇന്ന് മലയ്ക്ക് പോവുകയാണ് വൈകിട്ട്. അത് കാരണം അച്ഛനാ കെട്ടുമുറുക്കി കൊടുക്കുന്നത്. അച്ഛനെ കൊണ്ടാണ് അവർ കെട്ടുമുറുക്കിക്കുന്നത്. കാരണം അച്ഛൻ മീനൊന്നും കൂട്ടുന്നില്ല. അച്ഛൻ ഇന്നലെ ആണ്ട് അച്ഛൻ മീനൊന്നും കൂട്ടിയിട്ടില്ല. പിന്നെ അവിടെ നിന്നപ്പോൾ അച്ഛൻ മീൻ മേടിക്കുന്നില്ലല്ലോ. അച്ഛൻ ജോലി അവിടെ നിൽക്കുന്നത് മീനില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് മീനില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പച്ചക്കറിയാണ് ഇന്നല്ലാതെ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് കെട്ടുമുറുക്കിന് പോകണം. ഞങ്ങൾ കെട്ടുമുറുക്കിന് പോകും, ദേവക്കുച്ചോറ് വീട്ടിലോട്ട് പോകും. പിന്നെ നാളെ ഞങ്ങൾക്ക് കല്യാണത്തിന് പോകണം. അതൊക്കെ അങ്ങനെ എല്ലാ പരിപാടികളൊക്കെയാണ് ഞങ്ങൾക്ക്. കേശു കുഞ്ഞും ഞങ്ങളും കൂടിയാണ് പോകുന്നത്. കെട്ടുമുറുക്കിനും കേശു ഞങ്ങളും കൂടിയാണ് വരുന്നത്. നിങ്ങൾക്കൊക്കെ എന്താണ് വിശേഷം? മോൻ ഇപ്പോൾ ഇവിടെ ഇല്ല. അവൻ പാലായിക്ക് പോയൊക്കെ തിരിച്ചു വരുവാന്ന് പറഞ്ഞു. അച്ഛനും കുഞ്ഞും അവയും കൂടെയാണ് അവിടെ ഇരുന്ന് ഭയങ്കര കളിയാണ്. അച്ഛൻ വന്നു കഴിയുമ്പോൾ കേശുവിന് പിന്നെ അങ്ങ് ഭയങ്കര കളിയാണ്. അച്ഛൻ്റെ ഭയങ്കര ജാടയാണ്, ഭയങ്കര ജാടയാണ് കേശുവിന്. എൻ്റെ തന്നെ വരാൻ മടിയായിരുന്നു അവന്. അതുപോലാണ്. കേട്ടില്ലേ ബഹളം? കേട്ടില്ലേ? അച്ഛൻ കൊണ്ട് ഭയങ്കര ബഹളമാണ്. അതുകൊണ്ട് നമുക്കിന്ന് ചോറ് എടുക്കാം. ചോറ് കഴിച്ചിട്ട് എനിക്കിന്ന് 2 അയൽക്കൂട്ടം, ഒരു അയൽക്കൂട്ടം ഉണ്ട്, ഒരു ഞങ്ങളുടെ ഇതുണ്ട്, കരയോത്തിന്റെ വനിതാ സമാജമുണ്ട്. അതിനൊക്കെ പോകണം. നിങ്ങൾക്കൊക്കെ അയൽക്കൂട്ടവും കരയോഗവും ഒക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും. പിന്നെ നമുക്ക് ഇന്നത്തെ കറി എന്ന് പറഞ്ഞേ ചക്കക്കുരു മാങ്ങായും കൂടെ നമ്മളത്തെ മുരിങ്ങയ്ക്കായിട്ട് കറി വെച്ചത്. കിലോ 500 പറഞ്ഞത്. ഒറ്റ മുരിങ്ങയ്ക്ക ഞങ്ങൾ മേടിച്ചത് കാരണം ഭയങ്കര വിലയായിരുന്നു. രണ്ടെണ്ണം എടുത്തപ്പോഴത്തേക്കിനും 150-200 ആവും എന്നോട് പറഞ്ഞു. കാരണം ഞങ്ങൾ ചക്കക്കുരു മാങ്ങായും മുരിങ്ങയ്ക്കായിട്ട് കറി വെച്ചു. പാവയ്ക്കായും പയറും കൂടെ മെഴുക്ക് പുരട്ടി വെച്ചു. അത് ഏട്ടാപ്പൂവിന്റെ ഫേവററ്റ് ആണ്. അതെ. പിന്നെ ഇന്നലത്തെ തോരൻ ഇരിപ്പുണ്ട്, കണ്ടോ? ഇന്നലെ വെച്ച തോരൻ അതേപടി ഇരിപ്പുണ്ട്. അത് വേണമെന്നവർക്ക് കഴിക്കാം. പിന്നെ പപ്പടമുണ്ട്. ഞങ്ങൾക്ക് ഇന്നത്തെ ലളിതമായ കറികളാണ്. മീനില്ലാന്നില്ല, മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. മീൻ എടുത്തില്ല, കറി വെച്ചില്ല. മീൻ ഞങ്ങൾ വൈകിട്ട് വൈകിട്ട് വെക്കും. കെട്ടുകളൊക്കെ കഴിയുമ്പോൾ രാത്രിയാവും. കൊണ്ട് ഇന്ന് വെക്കത്തില്ല, നാളെ വെക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമുക്കത് ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ചക്കക്കുരു മാങ്ങ മുരിങ്ങയ്ക്കായിട്ട് ചാറ് വെച്ചതും പാവയ്ക്കായും പയറും മെഴുക്ക് പുരട്ടി, പപ്പടം, പിന്നെ അച്ചാർ ഇരിപ്പുണ്ട്. ഇന്നലത്തെ കറിയൊക്കെ ഇരിപ്പുണ്ട്, മോരൊക്കെ ഇരിപ്പുണ്ട്. വേണമെന്നവരെടുത്തോളൂ. ഇന്ന് ഞാൻ വെച്ചത് കാണിച്ചേക്കുന്നത്. നിങ്ങളൊക്കെ എന്നൊക്കെ കൂട്ടി കഴിച്ചെന്നും എടുത്തെന്നൊക്കെ പറയുക. എല്ലാവരുടെ വിശേഷങ്ങൾ പറയുക. നമ്മുടെ വലിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. ഞങ്ങളെ ഫോളോ ചെയ്യണേ, ദൈവത്തെ ഓർത്ത്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. നമുക്ക് ഉച്ചയ്ക്ക് ചോറിനാം. അതുകൊണ്ട് എല്ലാവരും ഓടി വായോ ചോറിനാം.